ജഡ്ജിമാരെ വിമർശിക്കുന്നതിനെതിരെ ജസ്റ്റിസ് ബി കമാൽ പാഷ വിമർശനത്തിന് മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ലെന്നും നിയമവ്യവസ്ഥയോട് ആദരവുള്ളതുകൊണ്ടാണെന്നും കമാൽ പാഷ. മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിലായിരുന്നു കമാൽ പാഷയുടെ തുറന്നു പറച്ചിൽ. കൊച്ചിയിൽ ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ അനുസ്മരണ വേദിയിലാണ് ജസ്റ്റിസ് ബി കമാൽ പാഷ തുറന്നടിച്ചത്. Dignified approach of the judiciary. Judges കൈയും കെട്ടി ഇരിക്കാനേ പാടുള്ളൂ. ജഡ്ജ്മെന്റ്സ് എന്ന് പറയുന്നത് അയാളുടെ ഐഡിയ എന്ന് പറയുന്നത് അയാളുടെ ജഡ്ജ്മെന്റ് ആണ്. The judge should speak through his judgment and not otherwise. കൈ കെട്ടിയിട്ട് അടിക്കുന്നതിന് തുല്യമാണ് ഒരു ജഡ്ജിനെ പേഴ്സണൽ അറ്റാക്ക് നടത്തുകയില്ല. പരിചയമുള്ളവരാണെന്ന് കരുതി ഒരു കേസും അവഗണിക്കാറില്ലെന്നും അങ്ങനെ ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്നും ജസ്റ്റിസ് ബി കമാൽ പാഷ ചൂണ്ടിക്കാട്ടി. ഞാനൊരു ജഡ്ജ്മെന്റ് ഒരു കേസ് എൻ്റെ അടുത്ത് മുമ്പ് വരുന്ന കേസുകൾ ഒരൊറ്റ കേസും ഇനി എനിക്ക് അറിയാവുന്ന ഒരാളായിരിക്കും ഞാനത് അവോയ്ഡ് ചെയ്തില്ല ഒരിക്കലും. അതുകൊണ്ട് അവോയ്ഡ് എന്ന് പറയുന്ന ഒരു പണി എനിക്കില്ല. അതുകൊണ്ട് ഞാൻ അവോയ്ഡ് ചെയ്താൽ നിയമവിരുദ്ധ ഒരു കേസ് ജഡ്ജി അവോയ്ഡ് ചെയ്യുമ്പോൾ ഞാൻ ആ വിശ്വാസക്കാരനാണ്. താൻ ആരെയും ഉദ്ദേശിച്ചല്ല ഇക്കാര്യങ്ങൾ പറയുന്നതെന്നും മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ ജസ്റ്റിസ് ബി കമാൽ പാഷ വ്യക്തമാക്കി. ബാർ കോഴ കേസ് പരിഗണിക്കവേ മുൻ മന്ത്രി KM മാണിക്കെതിരെ വിമർശനമുന്നയിച്ച ജഡ്ജിയാണ് ജസ്റ്റിസ് ബി കമാൽ പാഷ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. DGP ജേക്കബ് തോമസിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ചീഫ് സെക്രട്ടറി ജിജി തോംസന്റെ ശുപാർശ. ചീഫ് സെക്രട്ടറിയുടെ ശുപാർശ ആഭ്യന്തരമന്ത്രിക്ക് കൈമാറി. ജേക്കബ് തോമസ് പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാകാമെന്ന് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ജേക്കബ് തോമസ് ചട്ടലംഘനം നടത്തിയതായി കണ്ടെത്താനായില്ലെന്നും ജിജി തോംസൺ വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നിർദ്ദേശിച്ചത് അനുസരിച്ചാണ് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. വെള്ളാപ്പള്ളിയുടെ പുതിയ പാർട്ടി RSS BJP പദ്ധതിയുടെ ഭാഗമെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. ശ്രീനാരായണീയ ആദർശങ്ങളെ SNDP തള്ളിക്കളയുന്നു. സംസ്ഥാനത്ത് നുഴഞ്ഞു കയറാൻ BJP സാമുദായിക നേതാക്കളെ ഉപയോഗിക്കുകയാണെന്നും വർഗീയ രാഷ്ട്രീയത്തെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയുമെന്നും കാരാട്ട് പറഞ്ഞു. Well, as you stated, this is a RSS BJP project, the new party of Vellappally Nateshan. And before this party was formed, as you know already, there was an understanding with the BJP by the SNDP leadership. This leadership of the SNDP, which has betrayed the ideals of Sri Narayana Guru and has tied up with the rabid communal outfit like the RSS and its political wing, the BJP. I think in Kerala, this will not find any positive response from the people. വെള്ളാപ്പള്ളി നടേശന്റെ പാർട്ടി BJPയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. SNDPയുടെ ധാർമ്മിക മൂല്യങ്ങൾക്കെതിരാണ് പുതിയ പാർട്ടിയെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ പുതിയ പാർട്ടി RSS അജണ്ടയുടെ ഭാഗമാണെന്ന് AK ആന്റണി പറഞ്ഞു. ഗൂഡ്സേയിസമാണ് വെള്ളാപ്പള്ളി പ്രചരിപ്പിക്കുന്നതെന്ന് VM സുധീരൻ അഭിപ്രായപ്പെട്ടു. ആർക്ക് വേണേലും പാർട്ടി രൂപീകരിക്കാം, പക്ഷേ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും. ഇത് സംസ്ഥാനത്തിൻ്റെ നന്മയ്ക്കോ സാമൂഹ്യ നീതിക്കോ വേണ്ടി എന്ന് പറയുന്നതിലൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല. മറിച്ച് BJPയുടെ B ടീമായി നിന്നുകൊണ്ട് അവർക്കിന്ന് വരെ നേടാൻ സാധിക്കാത്ത കാര്യങ്ങൾ നേടിക്കൊടുക്കാൻ പറ്റുമോ എന്ന് പരീക്ഷിക്കുന്ന ശ്രമമാണ്. ആ ശ്രമം വിജയിക്കാൻ പോകുന്നില്ല. മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന് പറഞ്ഞ മഹാനായ ശ്രീനാരായണ ഗുരുവിൻ്റെ മണ്ണിൽ ഈ സംഘപരിവാറിൻ്റെ RSSന്റെ വർഗീയ ധ്രുവീകരണ അജണ്ട വിജയിക്കാൻ പോകുന്നില്ല. അത് കൂടുതൽ നിറം മങ്ങിപ്പോകുന്നതാണ് എൻ്റെ വിശ്വാസം. ഗോഡ്സേയിസം സ്വന്തമാക്കി മുന്നോട്ട് പോകുന്ന വെള്ളാപ്പള്ളിയുടെയും കൂട്ടരുടെയും ഈ നീക്കം രാജ്യനന്മയ്ക്കല്ല, ജനനന്മയ്ക്കല്ല, സമൂഹത്തിൻ്റെ പുരോഗതിക്കല്ല, മറിച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സമൂഹത്തെ, മഹത്തായൊരു പ്രസ്ഥാനത്തെ, SNDP യോഗം പോലുള്ള ഒരു പ്രസ്ഥാനത്തെ അദ്ദേഹം ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഒരു പ്രത്യേകത.
ആശങ്ക വർദ്ധിപ്പിച്ചുകൊണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയിലേക്ക് ഉയരുന്നു. ജലനിരപ്പ് 141.6 അടി പിന്നിട്ടു. പെരിയാറിന്റെ തീരത്തുള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കലക്ടർ മുന്നറിയിപ്പ് നൽകി. വൃഷ്ടിപ്രദേശത്ത് 2 ദിവസമായി തുടരുന്ന കനത്ത മഴയ്ക്കൊപ്പം തമിഴ്നാട് കൂടുതൽ വെള്ളം കൊണ്ടുപോകാത്തതുമാണ് ജലനിരപ്പ് തുടർച്ചയായി ഉയരാൻ കാരണം. അതേസമയം ജലനിരപ്പ് 142 അടിയിൽ എത്തിയാൽ വെള്ളം കൊണ്ടുപോയി തുടങ്ങുമെന്ന് തമിഴ്നാട് അറിയിച്ചു. ഏതെങ്കിലും സാഹചര്യത്തിൽ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കേണ്ടി വന്നാൽ സമീപത്തുള്ളവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഇടുക്കി ജില്ലാ കലക്ടർ വി രതീശൻ വ്യക്തമാക്കി. സെക്കൻഡിൽ 1950 ഘനയടി ജലമാണ് അണക്കെട്ടിലേക്ക് ഇപ്പോൾ ഒഴുകിയെത്തുന്നത്. പാലക്കാട് അമ്പലത്തറ മേഖലയിൽ മാവോയിസ്റ്റുകളെ കണ്ടെന്ന് കോളനി നിവാസികൾ. 4 അംഗ മുഖംമൂടി സംഘത്തെയാണ് കണ്ടത്. തണ്ടർ ബോൾട്ട് തെരച്ചിൽ നടത്തി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓഫീസിനെ ബോംബ് ഭീഷണി മുഴക്കിയയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി ജയകൃഷ്ണനാണ് കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബോംബ് വച്ചിട്ടുണ്ടെന്നും അതുടൻ പൊട്ടുമെന്നുമാണ് കോഴഞ്ചേരി സ്വദേശിയാണെന്ന് പറഞ്ഞ് ജയകൃഷ്ണൻ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചറിയിച്ചത്. ഇതിനെ തുടർന്ന് പോലീസും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും അടങ്ങുന്ന സംഘം പരിശോധന നടത്തി. മുഖ്യമന്ത്രിയുടെ റൂമിലും ഓഫീസിലും സംഘം വിശദമായി പരിശോധിച്ചെങ്കിലും യാതൊന്നും കണ്ടെത്താനായില്ല. മുഖ്യമന്ത്രിയുടെ വീട്ടിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു. മൊബൈൽ ഫോൺ നമ്പർ വെച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ജയകൃഷ്ണൻ പോലീസിന്റെ പിടിയിലായത്. സംസ്ഥാനത്തെ പൊതുവിതരണ സമ്പ്രദായത്തിന്റെ ആദ്യന്ത കമ്പ്യൂട്ടർവൽക്കരണം നടപ്പാക്കുന്നതിൽ വകുപ്പുതല ഉദ്യോഗസ്ഥർ അലംഭാവം കാട്ടുന്നതായി ആക്ഷേപം. കമ്പ്യൂട്ടർവൽക്കരണത്തിനുള്ള സിസ്റ്റം ഇന്റഗ്രേറ്ററെ നിയമിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും തുടർ നടപടികൾ സ്വീകരിക്കാതെ ജീവനക്കാർ പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. സംസ്ഥാനത്തെ ഭക്ഷ്യവസ്തുക്കളുടെ പൊതുവിതരണ സമ്പ്രദായം അഴിമതിരഹിതവും കുറ്റമറ്റതുമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് റേഷൻ കടകളിലും മറ്റ് സർക്കാർ പൊതുവിതരണ സ്ഥാപനങ്ങളിലും കമ്പ്യൂട്ടർവൽക്കരണം നടത്താൻ തീരുമാനിച്ചത്. എന്നാൽ ഡോർ ടു ഡോർ ഡെലിവറി സിസ്റ്റം എന്ന ലക്ഷ്യത്തോടെയുള്ള റേഷൻ കടകളിലെ കമ്പ്യൂട്ടർവൽക്കരണം അട്ടിമറിക്കാൻ വകുപ്പ് തലത്തിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ നീക്കം നടത്തുന്നുവെന്നാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പ്രധാന ആക്ഷേപം. അതേസമയം കേരളത്തിന്റെ പൊതുവിതരണ സമ്പ്രദായത്തിന്റെ ആദ്യന്ത കമ്പ്യൂട്ടർവൽക്കരണം നടപ്പാക്കുന്നതിന് സിസ്റ്റം ഇന്റഗ്രേറ്ററെ നിയമിച്ച ചീഫ് സെക്രട്ടറി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു. കെൽട്രോണിനെ സിസ്റ്റം ഇന്റഗ്രേറ്ററായി നിയമിച്ചിട്ടും ഉദ്യോഗസ്ഥർ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. 27 റേഷൻ ഗ്രൂപ്പുകളിൽ കമ്പ്യൂട്ടർവൽക്കരണത്തിന്റെ പൈലറ്റ് നടത്താൻ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ഈ ആവശ്യത്തിനായി അധികൃതർ കെൽട്രോണിനെ ബന്ധപ്പെടുകയോ മറ്റ് നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടുന്നു. കെൽട്രോണിൽ നിന്ന് പ്രപ്പോസൽ വാങ്ങുന്നതിലും ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയിരിക്കുകയാണ്. ആവശ്യമായ സാങ്കേതിക വൈദഗ്ധ്യമുള്ള സ്ഥാപനമെന്ന നിലയിലാണ് ചരക്ക് നീക്കവും വാതിൽപ്പടി വിതരണവും ഉൾപ്പെടെ പൊതുവിതരണ സമ്പ്രദായത്തിന്റെ ആദ്യന്ത കമ്പ്യൂട്ടറൈസേഷനായി കെൽട്രോണിനെ നിയോഗിച്ചത്. പദ്ധതി പൂർത്തിയാക്കിയാൽ റേഷൻ വിതരണം കാര്യക്ഷമമാകുമെന്നാണ് വിലയിരുത്തൽ. സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കരണം വന്നാൽ ഏതൊരു കാർഡുടമയ്ക്കും സംസ്ഥാനത്ത് എവിടെയുമുള്ള റേഷൻ കടകളിൽ നിന്ന് അവരുടെ ഭക്ഷ്യസാധനങ്ങൾ വാങ്ങാവുന്നതാണ്. കൂടാതെ പദ്ധതി യാഥാർത്ഥ്യമായാൽ പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയിലെ കച്ചവടവും ഇല്ലാതാകും. ഉത്തരവ് ലഭിച്ചിട്ടും കെൽട്രോണിനെ ഉദ്യോഗസ്ഥർ സമീപിക്കാത്തതിൽ കെൽട്രോണിലെ ജീവനക്കാർക്കും ആശങ്കയുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥരുടെ വീഴ്ച വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടും ഫലപ്രദമായി ഇടപെടൽ നടത്താൻ മന്ത്രിയും തയ്യാറാകുന്നില്ലെന്നും ആരോപണമുണ്ട്. ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകാൻ മാസങ്ങൾ മാത്രം ശേഷിക്കെ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന ഈ അലംഭാവം മൂലം ലക്ഷക്കണക്കിന് കാർഡുടമകളെയായിരിക്കും ഇത് ദോഷകരമായി ബാധിക്കുന്നത്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഫ്രണ്ട്സ് ജനസേവ കേന്ദ്രങ്ങളിലുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ സേവനം നിർത്തലാക്കി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവിറക്കി. ഞായറാഴ്ച ഉൾപ്പെടെ ജനങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചിരുന്ന സേവനമാണ് ഇതോടെ ഇല്ലാതായത്. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. സംസ്ഥാനത്തെ 14 ജില്ലകളിലും ഫ്രണ്ട്സ് ജനസേവന കേന്ദ്രങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിലെ ജീവനക്കാരെ വിന്യസിച്ചിരുന്നു. RTO ഓഫീസ് സംബന്ധമായ എല്ലാ ആവശ്യങ്ങളും ഇവിടെ നിന്നും ലഭ്യമാക്കുകയും ചെയ്തിരുന്നു. ഞായറാഴ്ച ഉൾപ്പെടെ സേവനം ലഭ്യമായിരുന്നത് നൂറുകണക്കിന് ആളുകൾക്ക് ആശ്വാസവുമായിരുന്നു. 14 ജില്ലകളിലും വിന്യസിച്ചിരുന്ന ഉദ്യോഗസ്ഥരുടെ പോസ്റ്റിംഗ് റദ്ദാക്കി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവിറക്കി. ജീവനക്കാരെ RTO ഓഫീസുകളിലെ ഫാസ്റ്റ് ട്രാക്ക് സംവിധാനത്തിൽ വിന്യസിക്കാനാണ് നീക്കം. RTO ഓഫീസ് സംബന്ധമായ സേവനങ്ങൾ ഓൺലൈനായി ലഭിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു. ലൈസൻസ് പുതുക്കൽ, നികുതിയടയ്ക്കൽ തുടങ്ങി RTO സംബന്ധമായ എല്ലാ സേവനങ്ങളും വളരെ വേഗത്തിലും സൗജന്യമായും ചെയ്യാനുള്ള അവസരമാണ് ഇതോടെ നഷ്ടമായിരിക്കുന്നത്. അക്ഷയ സെന്റർ, സ്വകാര്യ കമ്പ്യൂട്ടർ സ്ഥാപനങ്ങൾ എന്നിവയെ ആശ്രയിച്ച് ഓൺലൈൻ സേവനം ലഭ്യമാക്കിയാൽ തന്നെ ഉപഭോക്താക്കൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഘട്ടം ഘട്ടമായി ഫ്രണ്ട്സ് ജനസേവന കേന്ദ്രങ്ങളുടെ പ്രവർത്തനം നിർത്തലാക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കനത്ത മഴയ്ക്ക് ശമനമായതോടെ ചെന്നൈയിലെ ജനജീവിതം സാധാരണ നിലയിലേക്ക്.
ആഭ്യന്തര വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. ചെന്നൈയിൽ നിന്നുള്ള 628 മലയാളികളുമായി KSRTC ബസ്സുകൾ കേരളത്തിലേക്ക് തിരിച്ചു. നാളെ കൂടുതൽ ബസ്സുകൾ സർവീസ് നടത്തും. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ചെന്നൈ നഗരത്തിൽ ബസ് യാത്ര സൗജന്യമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി ജയലളിത അറിയിച്ചു. മഴ ശമിച്ചതോടെ രക്ഷാപ്രവർത്തനവും സഹായ വിതരണവും ഊർജിതമായി. ദുബായ് കരാമ സെന്ററിലെ സ്കൈ ജ്വല്ലറി ഷോറൂം 2ാം വാർഷിക ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ആഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തിയവരിൽ നിന്ന് നറുക്കെടുക്കപ്പെട്ട PK നാസർ സ്കൈ ജ്വല്ലറി ചെയർമാൻ ബാബു ജോണിനൊപ്പം വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വിശിഷ്ട അതിഥികൾക്കൊപ്പം ഗ്രൂപ്പ് ഡയറക്ടർമാരും പരിപാടികളിൽ പങ്കെടുത്തു. ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി ഓഫറുകളും സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു. പരിപാടികൾക്ക് ഷോറൂം മാനേജർ ലിജോ ദേവസി നേതൃത്വം നൽകി. ബാബറി മസ്ജിദ് ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കെ ശബരിമലയിലെ മതസൗഹാർദ്ദത്തിന്റെ പെരുമയ്ക്ക് പ്രസക്തി ഏറുകയാണ്. സന്നിധാനത്ത് തീർത്ഥാടകരെ കാത്തിരിക്കുന്ന അയ്യപ്പനും ഉറ്റമിത്രമായ വാവർ സ്വാമികളുമാണ് മതേതരത്വത്തിന്റെയും സൗഹൃദത്തിന്റെയും ഉദാത്ത മാതൃകയാകുന്നത്. ബാബറി മസ്ജിദ് ദിനത്തോടനുബന്ധിച്ച് ശബരിമലയിലും പരിസരത്തും സുരക്ഷ ശക്തമാക്കുമ്പോൾ ആ സുരക്ഷയേക്കാൾ ശക്തമായ സൗഹാർദ്ദത്തിന്റെ കഥയാണ് സന്നിധാനത്തിന് പറയാനുള്ളത്. ശത്രുക്കളായി ഏറ്റുമുട്ടി ഒടുവിൽ വേർപിരിയാത്ത മിത്രങ്ങളായി മാറിയ സ്വാമി അയ്യപ്പന്റെയും വാവർ സ്വാമികളുടെയും കഥ. വില്ലാളി വീരനായ അയ്യപ്പനും യുദ്ധതന്ത്രങ്ങളിൽ അഗ്രഗണ്യനായ മുസ്ലിം യോദ്ധാവായിരുന്ന വാവരും തമ്മിൽ പോരാടിയപ്പോൾ ജയപരാജയങ്ങൾ നിർണയിക്കപ്പെട്ടില്ല. മറിച്ച് അവിടെ തുല്യശക്തികളുടെ അനശ്വര സൗഹൃദം തുടങ്ങുകയായിരുന്നു. ഒടുവിൽ ശബരിമല സന്നിധാനത്ത് അയ്യപ്പൻ വാഴുമ്പോൾ അരികെ വാവർ സ്വാമി നടയിൽ ആത്മമിത്രം വാവരുമുണ്ട്. ഞങ്ങൾ അയ്യപ്പനും വാവരും ഞങ്ങളെ സൗഹാർദ്ദ അന്നും ഇന്നും സൗഹാർദ്ദത. അപ്പോൾ ആ അമ്പലത്തിൽ നിന്നാണ് ചാപ്പാട് ഞങ്ങൾ അവിടുത്തെ ചാപ്പാടാണ് കഴിക്കുന്നത്. ഇവിടെ വന്നാൽ അമ്പലത്തിൻ്റെ എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ അവർക്കും ചെയ്യുന്നുണ്ട്. അങ്ങനെ കഴിയുന്നവരാണ് ഞങ്ങൾ. ഒരു 1000-1800 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാവരും അയ്യപ്പനും തോഴന്മാരാണ്. അയ്യപ്പ സന്നിധിക്കൊപ്പം വാവർ സ്വാമി നടയിലും ദർശനം നടത്താതെ ശബരിമല തീർത്ഥാടനം പൂർത്തിയാവില്ലെന്നാണ് വിശ്വാസം. ഇന്ത്യൻ മതസൗഹാർദ്ദ ചരിത്രത്തിലെ കറുത്ത ദിനമായ ഡിസംബർ 6 ശബരിമലയിൽ സുരക്ഷ ശക്തമാക്കുമ്പോൾ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി നിലകൊള്ളുകയാണ് അയ്യപ്പ സന്നിധിയിലെ വാവർ സ്വാമി നട. മതവിദ്വേഷം വളർത്തുന്നവർക്ക് മുന്നിൽ മതസൗഹാർദ്ദത്തിന്റെ അനശ്വരഗാഥയാണ് വാവർ സ്വാമികൾ പങ്കുവെക്കുന്നത്. സന്നിധാനത്തു നിന്നും ക്യാമറാമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം ജിതിൻ ചന്ദ്രൻ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പ്രണവും ജിസ്നിയും വേഗതാരങ്ങൾ. സബ് ജൂനിയർ 100 മീറ്ററിൽ അലൻ ചാർലി ചെറിയാനും ഗൗരി നന്ദനിക്കും സ്വർണം. പോൾവാട്ടിൽ മരിയ ജേസന് ദേശീയ റെക്കോർഡിനെ മറികടന്ന് സ്വർണം നേടി. എറണാകുളവും പാലക്കാടും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് 2ാം ദിവസവും നടന്നത്. താരങ്ങൾ 5 റെക്കോർഡുകൾ തിരുത്തിയെഴുതി. പോൾ വോൾട്ടിൽ മരിയ ജെയ്സൺ ദേശീയ റെക്കോർഡ് മറികടന്നതും ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ ഹൈജമ്പിൽ പറളി ഹയർ സെക്കൻഡറി സ്കൂളിലെ ജ്യോതിഷ 25 വർഷം പഴക്കമുള്ള റെക്കോർഡ് മറികടന്നതും മീറ്റിലെ ആവേശമായി. സീനിയർ പെൺകുട്ടികളുടെ 100 മീറ്ററിൽ ഉഷ സ്കൂളിലെ ജിസ്ന മാത്യു എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി റെക്കോർഡ് സ്വന്തം പേരിലാക്കി. 2 ദിവസം പൂർത്തിയാകുമ്പോൾ 11 റെക്കോർഡുകളാണ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ പിറന്നത്. സ്കൂൾ തലത്തിൽ 50 പോയിന്റുമായി കോതമംഗലം മാർബേസിൽ സ്കൂളും 40 പോയിന്റുമായി പറളി ഹയർ സെക്കൻഡറി സ്കൂളും മുന്നേറ്റം തുടരുകയാണ്. 3ാം ദിവസം 33 ഫൈനലുകൾക്ക് ട്രാക്കും ഫീൽഡും വേദിയാവും. 100 മീറ്റർ റിലേകളും 1500 മീറ്റർ ഓട്ടമത്സരങ്ങളുമാണ് ട്രാക്കിലെ ഗ്ലാമർ ഇനങ്ങൾ. ജൂനിയർ വിഭാഗം ആൺകുട്ടികളുടെ 5000 മീറ്റർ നടത്ത മത്സരത്തോടെയാവും 3ാം ദിവസം ട്രാക്ക് ഉണരുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.